വസുമതിക്ക് ഒരു കത്തുണ്ട്. മനസ്സിന്റെ മെസ്സഞ്ചർ. തിരിച്ചു കിട്ടാത്ത സ്നേഹം മനസ്സിന്റെ വിങ്ങലാണ്. ആ വിങ്ങുന്ന മനസ്സാണ് എന്നെ ഈ കത്തെഴുതാൻ പ്രേരിപ്പിച്ചത്. കുറച്ചകലിൽ നിന്ന് വസുമതിയെ ഒരുപാട് സ്നേഹിക്കുന്ന ആളാണ് ഞാൻ. നിന്റെ സ്നേഹം എനിക്ക് ലഭിച്ചില്ലെങ്കിൽ ഞാനൊരു തണുത്തുറഞ്ഞ മൃതശരീരമായി മാറും, തീർച്ച. എന്നാലും നീ പറയുന്നത് അപ്പാടെ അങ്ങോട്ട് വിശ്വസിക്കാൻ വയ്യ. നിനക്ക് ഒരു പരിചയമില്ലാത്ത ഒരാൾ ഇങ്ങനെ ഒരു കത്തയക്കോ? സത്യം ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു ചന്തുവിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടേയില്ല. ആകപ്പാട് എനിക്കറിയാവുന്ന ചന്തു ആ വടക്കമ്പാട്ടിലത്തെ ചന്തുവിനെ കുറിച്ചാ. ഏതായാലും അങ്ങേരല്ല. അല്ല, വടക്കമ്പാട്ടിലെ ചന്തുവാണെങ്കിൽ താളിയോലയിലല്ലേ എഴുതൂ. നിനക്ക് തമാശയായിരിക്കാം, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ഈ കത്തിനപ്പോൾ എൻ്റെ ജീവൻ്റെ വിലയുണ്ട്. എന്നാലും ഒരു പരിചയമില്ലാത്ത ആൾക്ക് എന്നെ ഇത്രയ്ക്കും സ്നേഹിക്കാൻ പറ്റുമോ? ചിലപ്പോ നിന്റെ ദുഃഖങ്ങളൊക്കെ കണ്ടിട്ട് അയാളുടെ മനസ്സിൽ ദൈവം തോന്നിപ്പിച്ചതാവും നിന്നെ സ്നേഹിക്കാനും ഒരുപക്ഷെ ഈ നരകയാതനകളിൽ നിന്നും നിന്നെ രക്ഷപ്പെടുത്താനും. കേട്ടിടത്തോളം ഈ ചന്തു ചതിക്കാത്തവനാ. അവനെ നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാം. ഇയാൾ ആരാ? ആരുടെ കൂടെ വന്നു? ഞാൻ ദേ അയാളുടെ കൂടെ വന്നതാ. ഓഹോ, അവൻ കൃഷ്ണന്റെ കൂടെ വന്നു. അവന്റെ കൂടെ നീ വന്നു. നിന്റെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഞാൻ വരുന്നോ? ആരെങ്കിലും ചോദിച്ചാലേ ചേച്ചിയുടെ ഭർത്താവാണെന്ന് പറഞ്ഞാ മതി. തൽപരകക്ഷിയല്ല. ഇതൊന്നും ശരിയാവില്ല. ഏതോ കുറച്ച് കത്ത് കിട്ടിയെന്ന് വെച്ചിട്ട് ഒരുത്തന്റെ കൂടെ ഇറങ്ങി പുറപ്പെടുക. ലോകത്ത് നടക്കുന്ന കാര്യം ഇത്. ഒരു നല്ല പെണ്ണിനും അങ്ങനെ ഇറങ്ങി പോകാൻ പറ്റില്ല. എടോ, അതിനൊക്കെ ശക്തമായിട്ടുള്ള റീസൺ വേണം. റീസൺ ഉണ്ട് സാർ, അതിശക്തമായ അതിബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റീസൺ ഉണ്ട്. എന്ത് റീസൺ? ഈ പെൺകുട്ടിയുടെ ഭർത്താവിന്റെ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു കിടക്കുകയാണ് സാർ. അപ്പോഴാണ് ആ കാമുകന്റെ കത്തുകൾ ഈ വസുമതിയെ തേടി വരുന്നത്. അങ്ങനെ ആ നല്ല പെൺകുട്ടി സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് കാമുകന്റെ കൂടെ ഇറങ്ങിത്തിരിക്കുകയാണ് സാർ, ഇറങ്ങിത്തിരിക്കുകയാണ്. നല്ലവളായ പെൺകുട്ടി ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് കാമുകന്റെ കൂടെ ഇറങ്ങിത്തിരിക്കുക. അതെ സാർ. കോപ്പിലെ കഥ പറയാൻ നടക്കുന്നു. ഇറങ്ങി പോടാ വരുന്നു. സമയം മെനക്കെടുത്താൻ നടക്കുന്നു വൃത്തികെട്ടവൻ. അല്ല, വസുമതിയുടെ കഥ അതല്ല. ചന്തു എന്നോട് പണ്ട് വേറൊരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഓ, പറഞ്ഞിരുന്നു. ചന്തു ഓർക്കാഞ്ഞിട്ടാണ് സാർ. ഞാൻ പറയാം. അങ്ങനെ ആരെങ്കിലും ഒന്ന് വിരലിനൊടിച്ച് കാണിച്ചാൽ കൂടെ ഇറങ്ങിപ്പോകുന്നവളല്ല വസുമതി. അവൾക്ക് ഒരുപാട് ബന്ധുക്കളും സ്വന്തക്കാരും ഉണ്ടായിരുന്നു. ഒരു വലിയ കൊട്ടാരത്തിൽ ജനിച്ചവൾ വസുമതി. പക്ഷേ ആ കൊട്ടാരത്തിലുള്ളവരെല്ലാം അവളെ കണ്ടിരുന്നത് ഒരു പ്രേതബാധ കൂടിയ പെൺകുട്ടിയായിട്ടാ. ജനിച്ചന്ന് തന്നെ അച്ഛനെ നഷ്ടപ്പെട്ട വസുമതിക്ക് അവളുടെ അമ്മയെയും മുത്തശ്ശിയെയും മുത്തശ്ശനും ഒക്കെ അവൾ അളവറ്റ സ്നേഹിച്ചു. പക്ഷേ ആ സന്തോഷത്തിന് അത്ര ആയുസുണ്ടായിരുന്നില്ല. സ്വത്തുകൾ മോഹിച്ച് അവളുടെ ദുഷ്ടരായ ബന്ധുക്കൾ ചേർന്ന് അവളുടെ അമ്മയെയും മുത്തശ്ശിയെയും കൊന്നു. എന്നിട്ട് അത് പാവം വസുമതി ചെയ്തതായി വരുത്തി തീർത്തു. അങ്ങനെ ഒരു ഭ്രാന്തി പോലെ അവരവളെ ഒരു മുറിയിൽ അടച്ചു. ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും അതോടെ അവസാനിച്ചു. ജീവൻ എടുക്കാൻ തീരുമാനിച്ച സമയത്താണ് അവളെ തേടി ആ കത്തുകൾ വരുന്നത്. ആ കത്തുകൾ കിട്ടിയപ്പോ അവളെ സ്നേഹിക്കാൻ ഈ ഭൂമിയിൽ ഒരാളുണ്ടെന്ന് അവൾ വിശ്വസിച്ചു പോയി. ഒരു സ്വപ്ന ലോകത്തേക്ക് പോലെ അവൾ ഇറങ്ങി തിരിച്ചു. ഒരു വെട്ടിയാണെന്നറിയാതെ. സത്യമാണ് നീ പറയുന്നത്? അതെ സർ, അവന്റെ കഥയിലെ അതേ വസുമതി തന്നെയാണ് അവനോടൊപ്പം ഉള്ളതെന്നും അവളെ തന്നെയാണ് അവനീ കൂടെ കൊണ്ട് നടക്കുന്നതെന്നും അവനറിയില്ല. ഇത് കൊള്ളാലോ. അവനുണ്ടാക്കിയ കഥയൊക്കെ രസമുണ്ടല്ലോ അവന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക്. ഈ പ്രേമം ശരിയാണോ? അവള് വസുമതിയാണെന്ന് അറിയുന്നതിന് മുമ്പ് ചന്തുവിന്റെ മനസ്സ് അവൾക്ക് വേണ്ടി കൊതിക്കണം. കൊതിച്ചില്ലെങ്കിൽ നമ്മൾ അവനെ കൊതിപ്പിച്ച് പണ്ടാറെടുക്കണം.
ഏതായാലും ചന്തുവിന്റെ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു. ദേവാ ഫിലിംസിന്റെ ബാനറിൽ ഈ കഥ സിനിമയാക്കാനും ഞാൻ തീരുമാനിച്ചു. ഇതാ അഡ്വാൻസ്. താങ്ക് യു സർ. ദൈവം അനുഗ്രഹിക്കട്ടെ. സർ അങ്ങനെ നമ്മൾ വീണ്ടും ഒന്നിക്കുന്നു. ഈ 2 പെണ്ണുങ്ങളിൽ ഒരെണ്ണം ചാവണമല്ലോ, അതാണല്ലോ അതിന്റെ ഒരു ഇത്. അതാരാണെന്ന് താനങ്ങ് തീരുമാനിക്കും. അപ്പോ 2 ദിവസം കഴിഞ്ഞ് ഞാൻ വരാം. ചന്തു, ആ ചെമ്മീനും ടൈറ്റാനിക്കും ഒക്കെ ഒന്ന് എടുത്ത് കാണുക. അപ്പൊ ഞാൻ വരട്ടെ. ഓക്കെ. കരിഷ്മ, എന്തോ സൂപ്പർ ആയിരുന്നു. താങ്ക് യു. നമുക്ക് നമ്മുടെ ചേട്ടനും ചേച്ചിമാരോട് ചോദിക്കാം. സൗഭാഗ്യ ചേച്ചി, കരിഷ്മ എങ്ങനെ ഫീൽ ചെയ്തു ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ? ഇഷ്ടമായോ? ആ, ഏതാ കരിഷ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ട്? ഏതാ ഈ ഫുൾ ആക്ടില്? അമ്മയുടെ കൂടെയുള്ള ഡാൻസ് ആയിരുന്നോ അതോ തനിയെ ഉള്ള ആക്ട് ആയിരുന്നോ? ഏതാണ് ഇഷ്ടപ്പെട്ടത്? അമ്മയുടെ കൂടെയുള്ള ഡാൻസ് ആണല്ലേ. എനിക്കും അത് തന്നെയായിരുന്നു. ഈ ഒരു ടോട്ടൽ ആക്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് തന്നെയായിരുന്നു. 2 പേരുടെയും ഒരുമിച്ചുള്ള പെർഫോമൻസ് വാസ് സോ ഗ്രേസ്ഫുൾ. ആൻഡ് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു 2 പേരുടെ ഒരു പെർഫോമൻസ് കാണണം, എനിക്ക് ആഗ്രഹമുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. ഇത്രയും ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. അമ്മയ്ക്ക് നല്ല ഗ്രേസ് ഉണ്ട്. 2 പേരും ഒരുമിച്ച് ഡാൻസ് ചെയ്യുന്ന കാണാൻ ഇറ്റ് വാസ് സോ ഗ്രേസ്ഫുൾ. ഒരുപാട് അമ്മയ്ക്കും മോൾക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും ഇത് കാണുമ്പോഴത്തേക്കും. ഐ ലവ് ദാറ്റ് പാർട്ട്. അത് തന്നെയായിരുന്നു എനിക്ക് ഈ സ്കിറ്റിൽ ടോട്ടൽ നോക്കുമ്പോൾ ഇഷ്ടപ്പെട്ട പാർട്ട്. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് എന്നും കാണുന്ന ഒരു കരിഷ്മയെ ബാക്കിയുള്ള ഒരു ആക്ടിൽ എനിക്ക് കുറച്ച് കാണാൻ പറ്റിയില്ല. കുറച്ച് ടൈമിംഗ് ഒക്കെ എവിടേക്കോ മിസ്സായി, എന്തൊക്കെയോ ക്ലാഷ് ഉള്ള. എന്താ പറ്റിയപ്പോൾ ഡയലോഗ് എന്തെങ്കിലും മറന്നായിരുന്നോ? ഇല്ല, ടൈമിംഗ് മാറിപ്പോയോ? എനിക്ക് എന്തോ ഒരു ക്ലാഷ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. ലൈക്ക് ആ ഒരു ഫ്ലോ വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല. ബാക്കി എനിക്ക് ആ ഡാൻസ് പാർട്ടായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്.
താങ്ക് യു ചേച്ചി. അമ്മു ചെയ്തത് പാട്ട് നല്ലതായിരുന്നു. ചേച്ചി പറഞ്ഞ പോലെ തന്നെ എനിക്കും പറയാനുള്ളത് ലാസ്റ്റ് നിങ്ങളുടെ ഡാൻസ് ചുമ്മാ അടിപൊളിയായിരുന്നു. ലൈക്ക് മോളും അമ്മയും ഒരേപോലെ ആയിരുന്നു. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു അത്. കൂടെ സപ്പോർട്ട് ചെയ്തവരും നല്ലോണം ചെയ്തു. ആൻഡ് കസിൻ അല്ലേ, ആന്റി ആൻറ്റി, ഓക്കെ, ഷി ഓൾസോ ഡിഡ് എ വെരി ഗുഡ് ജോബ്. പിന്നെ കരിഷ്മയുടെ എല്ലാ പെർഫോമൻസും വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര ആ ഒരു ലെവലിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് ദ ആക്ട് വാസ് ഗുഡ്. പക്ഷേ കരിഷ്മ ഓൾറെഡി കഴിഞ്ഞ പെർഫോമൻസ് എന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു കുറച്ച് ഡള്ളായ പോലെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് ഈ സോങ്ങിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് തോന്നി. ആ സോങ് എടുത്ത് ഫുൾ കൊറിയോഗ്രാഫിയിൽ എന്തെങ്കിലും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്ത്, കാരണം സോങ് പാർട്ട് വാസ് ബ്രില്യൻറ്റ്. നന്നായി അതിൽ എൻഡ് ചെയ്തത്, അതിൽ സ്റ്റാർട്ട് ചെയ്യാതെ ഇരുന്നത് നന്നായി. ഇതിൽ എൻഡിങ് വന്നപ്പോഴത്തേക്ക് ആ ഫസ്റ്റത്തെ ആ ഒരു ഡള്ളായിരുന്നൊക്കെ അങ്ങ് മാറിപ്പോയി. അപ്പോൾ എനിക്ക് തോന്നി ഈ സോങ്ങിൽ തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതിയായിരുന്നു എന്ന് ഫീൽ ചെയ്തു. കാരണം കരിഷ്മേനെക്കാട്ടും മുമ്പ് കുറേ നല്ല പെർഫോമൻസ് തന്നുകൊണ്ടാണ് നമുക്കിത് കുറച്ച് ഡല്ലായി പോയോ എന്നുള്ളൊരു വിഷമം തോന്നുന്നത്. സോ നെക്സ്റ്റ് റൗണ്ടിൽ ഇതിലും ബെറ്റർ ആയിട്ട് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. വിവേകേട്ടാ, സെയിം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടെന്ന് പറയുന്നത് ആ ഡാൻസിൻ്റെ ആ പാട്ടും ആ സോങ്ങും ഡാൻസും ആയിരുന്നു. അമ്മയും മോളും തമ്മിലുള്ള കോമ്പിനേഷൻ അടിപൊളിയായിരുന്നു. ഒന്നും പറയാനില്ല, അത്ര മനോഹരമായിരുന്നു കാണാനായിട്ട്. രണ്ടുപേരും ഭയങ്കര ഗ്രേസ്ഫുള്ളായിട്ട് ഡാൻസ് ചെയ്തു. നന്നായിട്ട് ചെയ്തു. പിന്നെ ഈ ത്രൂ ഔട്ടുള്ള സംഭവങ്ങൾ എവിടെയൊക്കെ ചെറിയ ലാഗിങ് പോലെ ഫീൽ ചെയ്തു. ഇപ്പം മോള് ആ അമ്മയുടെ കൂടെ ഡാൻസ് ചെയ്യുന്നു, അതുള്ള ഒരു സ്പെഷ്യൽ പെർഫോമൻസ് അല്ലേ. ഇപ്പം കുറെ കൂടി ആ ഒരു ഇൻട്രൊഡക്ഷൻ കുറച്ചുകൂടെ ഗംഭീരമാക്കായിരുന്നു കൂടെ തോന്നി. അമ്മ വന്ന് എത്ര പേർക്ക് ഈ ഭാഗ്യം ഉണ്ടാവും. അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാമെന്ന് തോന്നി. ബിക്കോസ് ദിസ് ഇസ് സംതിങ് സ്പെഷ്യൽ അല്ലേ. കറക്റ്റ്. മാത്രമല്ല നമുക്ക് ഈ ത്രൂ ഔട്ട് ബാക്കിയുള്ള എല്ലാ പെർഫോമൻസസും കണ്ടിട്ട് ഇത് കാണുമ്പോഴത്തേക്കും കുറച്ച് ഡൗൺ ആയി പോയതുപോലെ ഫീൽ ചെയ്തു. പിന്നെ എവിടേക്കോ എന്തൊക്കെയോ മിസ്സിങ്, ലാഗിങ് എന്നുള്ളതൊക്കെ ചെറിയ എനിക്കിത് മൊത്തത്തിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാൻസിൻ്റെ ഭാഗം നിങ്ങൾ ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്തു എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തു. ഒരുപാട് നിങ്ങൾ ആ ഡാൻസ് നിങ്ങൾ നല്ല പക്ക തറവാക്കി എന്നുള്ളത് ഈ ഫുൾ സ്കിറ്റ് കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്താൽ. ഇനി ബാക്കി എനിക്ക് എവിടേക്കോ ഈ ലാഗിങ് ഒക്കെ വന്നുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പക്ഷേ ഈ ഡാൻസിൻ്റെ പാർട്ട് ഭയങ്കര പ്രൊജക്റ്റ് ചെയ്ത് നിന്നു. അതാരെ കൊറിയോഗ്രാഫി ചെയ്ത ഡാൻസ് വളരെ നന്നായിരുന്നു കേട്ടോ. ബാക്കിയൊന്നും പറയാനില്ല. ഈ എന്താ പറയുക, എക്സ്പ്രഷൻസും അതും ഇതൊക്കെ ഭയങ്കര അടിപൊളി. അപ്പം നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ഫുൾ പെർഫോമൻസ് എല്ലാം വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്ത് പറയുകയാണ്. ഈ പ്രശ്നം അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഡൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല. മോളുടെ വീഡിയോ നല്ല വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, ഒത്തിരി റീച്ച് ഉണ്ടായിരുന്നു. അത് കണ്ട് കുറേ പേര് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നവ്യ നായരുടെ പെർഫോമൻസ്. സോ നമ്മളെപ്പോഴും അതാണല്ലോ, മോളുടെ ഫസ്റ്റ് പെർഫോമൻസ് ഇത്രയും ഗംഭീരമായിരുന്നത് കൊണ്ട്. എന്താ ഈ മൂവി സെലക്ട് ചെയ്യാൻ കാരണം എന്താ? ആക്ച്വലി ഈ മൂവിയിൽ 2 ആക്ട്രസ് വരുന്നുണ്ട്. അപ്പം സാറ് പറഞ്ഞപ്പം അമ്മ വന്ന കാരണം ഇതിൽ സെലക്ട് ചെയ്തു. പിന്നെ ഇതിലത്തെ ഞങ്ങൾ മെയിൻലി 2 ഡാൻസാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്. ഇതിൽ നവ്യ ആക്ട്രസിന് ശരിക്കും അധികം ഡയലോഗില്ല. അപ്പോൾ ഡയലോഗുള്ള ഭാഗം ചേർത്തിണക്കിക്കൊണ്ടാണ് ഞങ്ങൾ ശരിക്കും ആ ഡയലോഗും പിന്നെ ഡാൻസാണ് ഉദ്ദേശിച്ചത്. പക്ഷേ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ആ സോങ് ഇല്ലേ, മിന്നാ മിനിങ്ങെ, ഇപ്പം ഈ ആള് വന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഐഡിയ ആയിരുന്നു. അതിൻ്റെ അകത്ത് ആ ഒരു ഗോസ്റ്റ് ഇതിൻ്റെ അകത്ത് എൻ്റർ ചെയ്യുന്ന ഒരു സംഭവം നിങ്ങൾ എല്ലാവരും കൂടി ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇതൊക്കെ കളർഫുൾ ആകും. അതിനകത്ത് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, കൊച്ചിനീഫ, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതും കൂടി വന്ന് ആ ഒരു ഫുൾ ആ ബംഗ്ലോറിൻ്റെ അകത്ത് കയറുന്ന ആ ഒരു ഫീൽ ഫുൾ ക്രിയേറ്റ് ചെയ്ത് സെറ്റ്സ് ഒക്കെ ഉപയോഗിച്ചൊക്കെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ബ്രൈറ്റ് ആയിരുന്നു. പക്ഷേ ഈ സോങ് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, ഇത് അത്രയും ഭംഗിയുണ്ടായിരുന്നു. മേ ബി അങ്ങനെയും കൂടി ചിന്തിക്കായിരുന്നു. അതിൻ്റെ അകത്ത് ഇടയ്ക്ക് ഡയലോഗ്സും വരുന്നുണ്ട്, എന്നാൽ സോങ് ഉണ്ട്, ആ ഒരു രീതിയിൽ ചിന്തിക്കായിരുന്നു. ബട്ട് ദാറ്റ്സ് ഓക്കെ. ചില പെർഫോമൻസ് ഇങ്ങനെയും വേണമല്ലോ, രണ്ടും വേണം, അപ്സ് ആൻഡ് ഡൗൺസ് വേണം. സോ മാത്രമല്ല നമ്മളിത് പറയാൻ കാര്യം തന്നെ, നമ്മൾ എന്താ പറയുക, നമ്മൾ ഹണിമൂൺ പീരീഡൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് ആ ലെവലിൽ നിന്ന് മാറി കുറച്ച് സീരിയസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇതൊക്കെ നമ്മളപ്പോൾ ആ അത്രയും സീരിയസ്നെസ് നമ്മളെ മനസ്സിൽ ഉൾക്കൊണ്ട് നമ്മൾ ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകണം.